ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ ഇരുന്ന് ഗഹനമായിട്ട് ആലോചിച്ചിട്ട് വിചാരിച്ചു നമുക്ക് ചപ്പാത്തിയും പൊടിമാസും അല്ലെങ്കിൽ പൂരിയും പൊടിമാസും. പൊടിമാസം എന്ന് പറയുന്നത് ഇങ്ങോട്ടൊക്കെയാണ് കേട്ടോ കൂടുതലും. എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ബാക്കി സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കുത്തി ഉടച്ചുണ്ടാക്കുന്നൊരു ഒരു വെജിറ്റബിൾ കറിയാണ്. അപ്പം ഇത് അമ്മുമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കറിയാണ്. അമ്മ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം അവിടെ നിന്ന് അമ്മുമ്മേരെ എന്ന് പഠിച്ച സാധനമാണ്. ഇത് ഭയങ്കര നൊസ്റ്റുമാണ്. കുഞ്ഞിലെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ഇത് എൻ്റെ ഒരു സിഗ്നേച്ചർ എന്നൊക്കെ പറയുന്ന ഒരു സാധനമായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി മിക്കവാറും ഞായറാഴ്ച അവിടുത്തെ അമ്മ പറഞ്ഞിട്ട് ഹസ്ബൻഡും പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. നാളെ ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ളൊരു ഇത് വരുമ്പോഴും പൊടിമാസമാണ് ഇതിൽ വരുന്നത്. അപ്പം ഇത് സാധാരണ നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം ആലോചിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണ് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഇതിൽ നമ്മുടെ ഉഴുന്നിട്ടല്ലോ, ഉഴുന്നിങ്ങനെ ചുമന്ന് വന്നതിന് ശേഷമാണ് മലക്കറി ഐറ്റംസ്, അതായത് ഉള്ളി വശങ്ങി എടുക്കണ രീതിയുണ്ട്, ഇല്ല ഇതുപോലെ ഒരുമിച്ചിട്ട് ചെയ്യണതുമുണ്ട്. ഇത് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങ് പ്രത്യേകം വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പ്രത്യേകം വേവിച്ച് ഉടച്ചെടുത്തിട്ട് ഉള്ളി വശങ്ങിയതിന് ശേഷം ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന രീതിയുണ്ട്. ലൈവായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണും പോലെ ഒരുമിച്ച് ഇട്ട് റെഡിയാക്കുന്ന രീതിയുണ്ട്. പക്ഷേ ശരിക്കും പണ്ട് അമ്മൂമ്മ ചെയ്തുകൊണ്ടിരുന്നതായിട്ട് അമ്മ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉരുളക്കിഴങ്ങ് പ്രത്യേകം കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുമായിരുന്നു. വെന്ത് കിട്ടാൻ പാടല്ലേ, അപ്പം അങ്ങനെ. അല്ലാണ്ട് ഇപ്പം അമ്മ ചെയ്യും പോലെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ വശക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിച്ച് പിന്നെ അതിനെ ഉടച്ച് എടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ രീതിയിലാണ് ചെയ്യണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതൊക്കെ കൈക്കണക്കാണ്, അമ്മേരെ കൈക്കണക്കാണ്. ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എൻ്റെയും ഒരു കൈക്കണക്കാണ്. കൃത്യമായിട്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും പറയാൻ അറിഞ്ഞൂടാ. അങ്ങനെ അത്യാവശ്യം മസാല ചെറിയ രീതിയിൽ ഇപ്പം ഗ്രാമ്പു ഇട്ടു. ഇപ്പം കറുവപ്പട്ട പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ. പിന്നെ വെജിറ്റബിൾ മസാലയാണ് കൂടുതലായിട്ട് ഇതിൽ മസാലയായിട്ട് ഇടുന്നത്. ഇപ്പം മുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിയായിരിക്കും. നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, മുളക് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മുളക് പൊടിയായിട്ട് ഇടുന്നില്ല. ഇപ്പം കൃത്യമായിട്ട് അമ്മയ്ക്കൊരു കൃത്യം കൈക്കണക്കുണ്ട്. അപ്പം അമ്മ അത് വെച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്യും. ഭയങ്കര സ്പീഡിൽ ചെയ്യണമായിട്ടില്ല. എനിക്കാണെങ്കിൽ ഇത്രയും സ്പീഡൊന്നുമില്ല. ഞാൻ ഇത്തിരി താങ്ങി തൂങ്ങി നിന്നൊക്കെയാണ് ചെയ്യണത്. ഇപ്പം കുറേ ആയി ചെയ്തിട്ടും ഉണ്ടാക്കിയിട്ടുമൊക്കെ. അപ്പം ഇങ്ങനെ മിസ് ചെയ്തു. ചപ്പാത്തി അല്ലെങ്കിൽ പൂരി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതിൻ്റെ ബാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉടച്ച് വെജിറ്റബിൾ മസാലയും കൂടെ ഇട്ട് റെഡിയാക്കി. പിന്നെ ഇത് പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെന്ന് അറിയിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അപ്പം ഒരു സൈഡിൽ കുറേ ഉണ്ടാക്കി ഒതുക്കിയിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ രാത്രിയുള്ള ഭക്ഷണം.